അസ്സലാമലൈക്കും, നമസ്കാരം. ഇതൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ മക്കളെ. ഗൾഫിൽ ഇപ്പോഴത്തെ ചൂട് എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ചൂടാക്കില്ല. എല്ലാ പ്രാവശ്യത്തിലേറൊക്കെ ഭയങ്കരമായ ചൂടാണ് പ്രാവശ്യം. ചൂട് വെച്ചാലും പോരാ, ഒരു ഒന്നൊന്നര ചൂട് തന്നെ പറയാം. ഒരു ഒഴിവുമില്ല. ഇപ്പോൾ സമയം ഇവിടുത്തെ ഒരു 2 മണി 2:15. ഈ സമയത്തൊക്കെ ഈ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കൊണ്ട് കരിഞ്ഞു പോകും. അങ്ങനത്തെ ചൂടത്താണ് ഈ സൈറ്റിലൊക്കെ ആൾക്കാർ പണിയെടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ. ഇതിപ്പോൾ നമ്മളെ ക്യാമ്പിലാണ് കേട്ടോ. ക്യാമ്പിലൊന്നും പിന്നെ വല്ലാതെ ആരും പണിക്കാരും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. സൈറ്റിൽ പോയിട്ടുണ്ടാവും എല്ലാവരും. സൈറ്റിൽ പോയ ആൾക്കാരേക്കാരം സൈറ്റിലൊക്കെ പണിയെടുക്കുന്നവരൊക്കെ ഒരു അവസ്ഥ എന്തായിക്കാരം എന്നറിയാം. എല്ലാ കൊല്ലത്തിലേറെ ചൂട് കൂടുതലാണ് ഈ പ്രാവശ്യം. എല്ലാ കൊല്ലത്തിലേറെ എല്ലാ ഗൾഫുകളിലും ചൂട് കൂടുതലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ 51 ഡിഗ്രി കൂടുതൽ ചൂട് പോകുന്നുണ്ട് ഓരോ ദിവസങ്ങളിൽ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഗൾഫിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ മരങ്ങൾ കുലിക്കാലൊന്നും പൈസ ഒന്നും കിട്ടുന്നില്ലതാരും വിചാരിക്കണ്ട. അതേമാതിരിയുള്ള ചൂടും തണുപ്പും ഒക്കെ നേരിടേണ്ടി. സൈറ്റിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാലുണ്ടല്ലോ, ഒക്കെ പുറത്തു കൂടി ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ പോലും തണലില്ലാത്തടത്തു കൂടി കാരം ജോലി ചെയ്യുന്നുണ്ടാവുക. അതുപോലെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ചിലവർ പറ്റിച്ചും കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ചില മക്കൾ ദൂർത്തടിക്കുന്നത്. അങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഒന്ന് ജോലി ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാം അവരെയൊക്കെ അവസ്ഥ എന്താണെന്നില്ല, ഗൾഫിൻ്റെ അവസ്ഥ എന്താണെന്നില്ല അപ്പോൾ അറിയാം. ഇങ്ങനത്തെയൊക്കെ ചൂട് എന്തുമാത്രം ചൂടാന്നുള്ളത് അറിയില്ല. പെരും ചൂടാണ് ഈ പ്രാവശ്യം. ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. എന്നാൽ ഈ ടൗണിൽ ജോലി അതിലും കഷ്ടീകാരം കേട്ടോ. അബുദാബി സിറ്റി, ദുബായ് സിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്താണ്, ഒരു മരുഭൂമിയാണ്, ലേബർ ക്യാമ്പാണ് ഇവിടെയൊക്കെ. പക്ഷേ ഇവിടത്തിലേറെയൊക്കെ ഡബിൾ ചൂടായിക്കാരം അബുദാബി സിറ്റിയിൽ. അത് കാരണം എന്താ വെച്ചാൽ എല്ലാ AC-യും വർക്ക് ചെയ്യല്ലേ. ആ AC-യുടെ ഒക്കെ ചൂട് ഇങ്ങോട്ട് പുറന്തള്ളുമ്പോൾ ഇഷ്ടമാതിരി AC ഉള്ള സ്ഥലമായിരിക്കും. അതിൻ്റെ ചൂടൊക്കെ ഉണ്ട് പുറന്തള്ളുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടായിക്കാരം അവിടെ. ഇവിടെ പിന്നെ തുറന്ന സ്ഥലമായതുകൊണ്ട് പിന്നെയും കുറച്ച് ചെറിയൊരു കാറ്റെന്തെങ്കിലും അടിക്കണുണ്ടെങ്കിൽ ചെറിയ സമാധാനം ഉണ്ടാവും. ടൗണുകളിലൊന്നും അതും ഉണ്ടാവില്ല, അത്രയും ചൂടായിരിക്കും ടൗണുകളിൽ. ഇവിടുത്തേക്ക് ഒരവസ്ഥയാണ്. ഇപ്പോൾ നമ്മളെ ക്യാമ്പ് വൃത്തിയാക്കുന്ന ചെക്കന്മാരാണ് കേട്ടോ, നേപ്പാളിപ്പയ്യന്മാരാണ്. എന്താ ചെയ്യാല്ലേ, എല്ലാം സഹിക്കുക. ഓയാ गर्मी कैसा है? गर्मी सही है? गर्मी सही है। आज कम दिया ज़्यादा है? ज़्यादा है, ज़्यादा है। सही है, क्या करेगा, सब सही होगा। गल्फ का पैसा है, मुल्क वाला ये सब कुछ मालूम होता है? मुल्क का आदमी लोग ये कुछ मालूम होता है? सबको उसका बाद में मालूम पड़ेगा। आने का टाइम बोलते सब विदेश में जाएगा, आने का टाइम सब विदेश में जाएगा बोलेगा। इधर आएगा तो मालूम पड़ेगा विदेश का हाल क्या है। इधर आ गया तो फिर घर वालों पूछेगा पैसा किधर है, पैसा किधर है, लाजिम पूछेगा। वो लोग को पैसा चाहिए। सब ऐसा नहीं है, सब तो हाल बाल भी पूछते हैं, क्या करेगा. അപ്പോൾ അതൊക്കെയാണ് മക്കളെ അവസ്ഥകൾ ഓരോരുത്തരെ. അപ്പോൾ അതൊക്കെയാണ് മക്കളെ ഇവിടുത്തെ പ്രവാസികളുടെ ഒരു അവസ്ഥ. നാട്ടിലുള്ളവർ ഗൾഫിലെ ചൂട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവർക്കുള്ളൊരു
വീഡിയോ ആണ് കേട്ടോ അത്. ചൂട് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ചൂട്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എന്താ ചെയ്യുക, ചൂടായാലും തണുപ്പായാലും സഹിക്കുക. അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ, ഈ വീഡിയോ കാണുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രവാസികൾക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണ്. മഴ കൂടുതലായാലും നാട്ടിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ചൂട്. എന്താ ചെയ്യാല്ലേ, എല്ലാം സഹിക്കുന്നത്. ഇവിടെ പിന്നെ 6 മാസം ചൂടാണെങ്കിൽ 6 മാസം തണുപ്പാണെങ്കിലും അതേമാതിരി തന്നെ കേട്ടോ. നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ബുദ്ധിമുട്ട് എന്തായിക്കാരെന്ന് അറിയാം, തണുപ്പത്ത് നീച്ചിട്ട്. ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കാതെ പ്രവാസികൾക്ക്, ഈ പുറത്ത് പണിയെടുക്കുന്നവർക്ക്, ഈ വക്കാലയിൽ പണിയെടുക്കുന്നവർക്ക്, അതേമാതിരി കിച്ചണിൽ പണിയെടുക്കുന്നവർക്ക്, അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഈ ഡെലിവറി ബോയ് ആൾക്കാർക്ക്, സൂപ്പർ മാർക്കറ്റിലൊന്നും പണിയെടുക്കുന്നവർക്ക് പിന്നെ വല്ലാതെ ചൂടിൻ്റെ ഒരു കഠിനം ഉണ്ടാവില്ല. കാരണം അവിടെയൊക്കെ എ സി ഒക്കെ നല്ല പവർ എ സി ഒക്കെ ആയിരിക്കും. ചെറിയ ചെറിയ വക്കാലകളിൽ, ഹോട്ടലുകളിലൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ നല്ല പ്രശ്നമായിരിക്കും. അവർക്കൊക്കെ നല്ല ചൂട് തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഗൾഫിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോഴത്തെ ചൂട് ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതൽ വെച്ചാൽ നല്ല കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, അത്രേ പറയാനുള്ളൂ. വേറെ ഇപ്പം എന്താ പറയാല്ലേ. അത് ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ഗൾഫിൽ ചൂട് എങ്ങനെയുണ്ട്. അപ്പോൾ ആ ചൂട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക, എല്ലാ പ്രവാസികളുടെയും. കാരണം പ്രവാസികൾ നമ്മളെ നാടിൻ്റെ ഒരു നെടുന്തൂണാണ്, നട്ടെല്ലാണ്. എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, പ്രവാസികൾ എങ്ങനെയാണ് ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന അയക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. എല്ലാവരും ഒന്നും പണക്കാരല്ലല്ലോ. ഒക്കെ കൂടുതൽ ആൾക്കാരും ഇതേമാതിരി സൈറ്റിലും അവിടെയും ഇവിടെയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് പൈസ അയക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒന്നും ഇപ്പോൾ മുതലാളിമാരാവില്ലല്ലോ. മുതലാളിമാരില്ലോലും ഉണ്ടാവും സുഖമായിട്ട് ജീവിക്കുന്നവർ, അത് വേറെ. ഇത് പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.